മലയാളത്തിൽ ശരിക്കും ഏറ്റവും നല്ലൊരു പാട്ട് സെലക്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവസാനം കണ്ണും പൂട്ടി ഇത് സെലക്ട് ചെയ്യും. സാർ ആ പറയാൻ മറന്നേയും കൂടെ ഒന്ന് പാടൂ. പറയാൻ മറന്നു. പറയാൻ മറന്ന പരീഭവങ്ങൾ വിടരാർദ്രമാ നിമിഷമോർക്കെ പറയാൻ മറന്ന പരിഭവങ്ങൾ 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 പറയാൻ മറന്ന പരിഭവങ്ങൾ 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 പറയാൻ മറന്ന. ഈ ഇംപ്രൂവൈസേഷൻസ് സാർ അതെ ഇപ്പോൾ ആയതാണ്. അത് തന്നെ അതേപോലെ സ്റ്റേജ് ചെയ്യും. സ്റ്റേജ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ സാധാരണ കാണുമ്പോൾ ഈ സ്റ്റേജ് ചെയ്താൽ പിഴച്ചു പോകും എന്ന് വിചാരിച്ചിട്ട് സ്റ്റേജിൽ ആരും അങ്ങനെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കില്ല, ഇല്ലെങ്കിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്യും. സാറ് ഇപ്പോൾ വന്നതുപോലെ സ്റ്റേജിൽ വരികയാണ്. അപ്പോൾ ദിസ് സിംഗിങ് കംസ് വെൻ യു ഡു ഖയാൽ സിംഗിങ്. ഖയാൽ പാടുന്നല്ലേ, അതോട് പേര് അതോട് ഖയാൽ മീൻസ് ഇമാജിനേഷൻ. ഇമാജിനേഷനോട് വളർത്തുறதுக்கு ഒരു അഭ്യാസമുണ്ട്, റിയാസുണ്ട്. ശബ്ദത്തെ കൊണ്ട് ഒരു 100 times പറയൂ, ഡിഫറെൻറ്റ്. ஆனால் അത് സെയിം ലെവലിൽ ഇരിക്കണം മ്യൂസിക്കലി. ചുമ്മാ ബോറടിക്കും, പറയാൻ അറിഞ്ഞ. സോ ദാറ്റ് ക്രിയേഷൻ യു ഗെറ്റ് ഇഫ് യു സ്റ്റഡി ഖയാൽ സിംഗിങ്. അതുകൊണ്ട് സോ അത് ശ്രമിച്ചിട്ട് യു ഗെറ്റ് ദാറ്റ് സ്റ്റൈൽ ബേസിക്കലി. സാർ ഇപ്പോൾ വെണ്ണിലവേ വെണ്ണിലവേ എന്ന് പാടിയിട്ട് അടുത്ത വരിയില്ലേ ഇന്ദൻ ഭൂലോകത്തിൽ, അപ്പം ഞങ്ങളത് എന്താ പറയുക, ഞങ്ങൾ അതിൻ്റെ കൂടെ ലിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ സാധനത്തിൻ്റെ കൂടെ നമ്മളും വരുന്നുണ്ട്. അത് മ്യൂസിക് പഠിക്കുന്നുണ്ട് നമ്മൾ അതിൻ്റെ കൂടെ. അത് ഭയങ്കര ഒരു ഇതല്ലേ അത്. വെണ്ണിലവേ വെണ്ണിലവേ വിണ്ണை താണ്ടി വരുവായാ വിളയാട ജോഡി தேவை இந்த ഭൂലോകത്തിൽ யாரும் பார்க்கும். ഭൂലോകം is so big, no? അതെ അതെ. இந்த பூலோகத்தில் யாரும் பார்க்கும் முன்னே உன்னை அதிகாலை அனுப்பி வைப்போ. வெண்ணிலவே வெண்ணிலவே விண்ணை தாண்டி வருவாயா വിളയാട ജോഡി തേവൈ. ഡിഫറെൻ്റ് ആയില്ലേ? ഓ, അത് കേൾക്കാൻ നമുക്ക് കൂടുതൽ ഇഷ്ടമാണ്. ഇംപ്രവൈസേഷനെ പറ്റിയിട്ടുള്ള സാറിൻ്റെ അഭിപ്രായം ശരിക്കും അറിയേണ്ടതുണ്ട്. ഇംപ്രവൈസേഷനെ എങ്ങനെയാണ് നോക്കിയത്? ഇംപ്രവൈസേഷൻ ഈസ് ഒരു ഫേസ് ഉണ്ട്, ഒരു ബ്യൂട്ടിഫുൾ വിമൻസ് ഫേസ്. അതൊക്കെ യു പുട്ട് എ ബിന്ദി, യു പുട്ട് എ തോട്, സംടൈംസ് യു ജസ്റ്റ് പുട്ട് one string of jewelry in the neck. അതാണ് improvisations. Make it interesting, but keep the soul the same. The ആളെ ചേഞ്ച് കൂടാതെ you have to give accessories to it basically. That is improvisation. റിയാലിറ്റി ഷോസിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് സാർ ജഡ്ജാവുന്ന സമയത്തൊക്കെ അവിടെ ഒരു ടിപ്പിക്കൽ സാധനമായിരിക്കും, അല്ലെങ്കിൽ ഒരു കമേഴ്സ്യലൈസേഷൻ പാർട്ടാണ്. അവിടെ കാണുന്ന മ്യൂസിക്കിനോടുള്ള സാറിൻ്റെ സമീപനം എന്താണ്, അപ്രോച്ച് എന്താണ്? Reality show is good. The new generation are very smart, very intelligent, very fast, good memory, എല്ലാം ഉണ്ട്. ഒരു പാട്ട് കേട്ടിട്ട് പാടുന്നത് ഒന്ന്, ഒരു പുതിയ പാട്ട് എടുത്ത് പാടുന്ന ഡിഫറെൻറ്റ് ടാലൻ്റാണ്. അത് ചെയ്യാൻ യു ഹാവ് ടു ലേൺ മ്യൂസിക്. കാരണം ഒരു പാട്ട് കേട്ടാലേ ഇഫ് യു ഹവ് സ്റ്റഡീഡ് മ്യൂസിക് അതോട് അപ്രോച്ച് ചെയ്ത് ഡിഫറെൻ്റാണ്. Because all music directors cannot give you all the nuances of the song. Correct. Some music director can sing, some will teach and tell you, someone will give you an idea of the tune. ഇപ്പടിയാണ് ചൊല്ലിട്ട്. Understand that and make it and sing it. You need that machinery. അത് സംഗീതം പഠിച്ചാൽ it is good for you. My basic advice to all the kids is എന്തെങ്കിലും ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് തീർച്ചയായിട്ടും പഠിക്കണം. തറോ ആയിരിക്കണം.
it makes life easier. ഇപ്പം നമുക്ക് ഒരു പോയറ്റ് എപ്പിടിയാകും, യു നീഡ് കമാൻഡ് ഓഫ് ദ ലാംഗ്വേജ് അല്ലേ, ദെൻ യു ഹാവ് സോ മെനി വേർഡ്സ് യു ക്യാൻ റൈറ്റ് പോയിട്രി. അതുപോലെ സംഗീതத்துக்கு പഠിച്ചാൽ തൊണ്ട പേശും, യു വിൽ റിയലൈസ് വാട്ട് ടു ഡു ചൊല്ലിട്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് മൈ അഡ്വൈസ്. അതർവൈസ് ദ യങ് ജനറേഷൻ ആർ വെരി ഗുഡ്, വെരി വെരി ടാലൻറ്റഡ്. ഈ പോയട്രിയെ കുറിച്ച് പറയുമ്പോൾ സാറിന് ശരിക്കും പറയാൻ വേണ്ടിയിട്ടാണോ പാട്ട് മ്യൂസിക് ആവശ്യം വരുന്നത്, അതേ മ്യൂസിക് പറയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഒരു ലൈറ്റ് മ്യൂസിക് ഇല്ലേ, ശബ്ദം പ്രൈമറിയാണ്. ശബ്ദത്തെ കൊണ്ട് അത് കൊണ്ട് നീ യു ക്യാൻ ഗിവ് കളറിങ് ടു ഇറ്റ്, ബട്ട് ശബ്ദം ക്ലിയർ ആയിട്ട് ഇരിക്കണം. വെണ്ണിലവേ 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 പോയി, വെണ്ണിലവേ പോയി. It has to be clear. Like anything you sing, you're singing a kirtanam or you're singing a pop song or you're singing a classical song, words have to be clear. Shabd pradhan hai music. What light music, what we sing basically. I'm talking of semi-classical, classical light music. Shabdam, it has to clarity, definite. Because first ആൾക്കാരും ശബ്ദമാണ് കേൾക്കുന്നു, then they get hooked on to the tune, or they get hooked on to the tune and then they think of what is the both ways. But shabdam attracts people. Malargale malargale vennilave vennilave. അതെ, പോയട്രി എവിടെ അപ്പോൾ പ്ലേസ് ചെയ്യാം? Very important. It is a subject. സബ്ജക്റ്റ് വിട്ടു വരും. സബ്ജക്റ്റ് വിട്ടാൽ എന്ത് ചെയ്യും അല്ലേ? അതെ സാറ്, ശബ്ദം ഇത്രയും യങ്ങായിട്ട് സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ രഹസ്യം എന്താ? എന്താ സീക്രട്ട് അതിൻ്റെ? ബി ഹാപ്പി. ബി ഹാപ്പി ആൻഡ് അതാണ്. ഒരു 55-60 തോന്നിക്കാം മാക്സിമം വയസ്സ്. യു ഹാവ് ടു ടെൽ മീ. ചിലപ്പോൾ 45 തോന്നും. വോയിസ് അല്ല, ഫിസിക്കലി വോയിസ് എനിക്ക് തോന്നുന്നു ചില സമയം 30 കഴിഞ്ഞിട്ടുണ്ട്, ചില സമയം 28-25 ആ റേഞ്ചാ. ചില സാധനങ്ങളുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ സാറിൻ്റെ ഇത് രൂപമായിട്ടൊന്നും പ്രായമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. കറക്റ്റ്. അതെങ്ങനെയാ? അത് ഗിഫ്റ്റാണോ? അത് എങ്ങനെയാണത്? ഗിഫ്റ്റാണത്. ഗിഫ്റ്റ് വേറെ എന്താ ചൊല്ലും. പക്ഷെ ഇപ്പോഴും അതേപോലെ തന്നെ ഇരിപ്പുണ്ട്, ഒരു വ്യത്യാസമില്ല. അതൊരു ഭാഗ്യമാണ്. ഇറ്റ്സ് ഓൾ ഗോഡ്സ് ഗ്രേസ്. സാർ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? ഈ ശബ്ദം ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് ഒരു സിംഗിങ്ങിനെ ഇത്രയും പോപ്പുലർ ആക്കി ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുന്നതും? ബേസിക്കലി യു ഹാവ് ടു ഫീൽ യങ് അറ്റ് ഹാർട്ട്. യു ക്യാൻ ബി കോൾ ഫിലോസഫിക്കൽ ബേസിക്കലി, ബട്ട് அந்த ഏജ് റിഫ്ലെക്ട് ചെയ്യக்கூடாது. യു ഹാവ് ടു പ്രിസർവ് ദ ചൈൽഡ് ഇൻ യു. ഒരു ഖുഷി, മിസ്ചീവിയസ് അതിൽ ഇരിക്കണം இந்த வயசுலேயும். You understand? അതെ. You have to keep that child in you basically. Then that keeps you young basically. അടാ അതെ, അത് പോയി എല്ലാം പോയി. സോ യു ട്രൈ ടു, അത് ആകും ഡെഫിനറ്റ്ലി. സംടൈംസ് ഓൾസോ എന്നാണ് യു ഹാവ് ടു കീപ് യുവർ സെൽഫ്. യു ഹാവ് ടു. ഇപ്പോൾ ടുഡേ അല്ലേ, ഇപ്പോൾ മോർണിംഗ് ഇസ് ഗോൺ. ഡോണ്ട് തിങ്ക് അബൌട്ട് മോർണിംഗ്, തിങ്ക് അബൌട്ട് ദ ഈവനിങ്. Think of the future, and with God's grace, your health should also permit that. Very important. അതെ, അത് വേണം. അത് very important ആണ് അത്. So I think feel happy, feel light, no baggage. Don't carry your life's baggage with you. Leave it. സാർ, ഇപ്പോൾ ബോംബെയിൽ ജനിച്ചിട്ട് ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടെ വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു രീതികളില്ലെങ്കിൽ നമ്മൾ അൾട്രാ മോഡേൺ ആയിരുന്ന എന്ന് വിചാരിച്ചിരുന്ന സാറിൻ്റെ തലയെ കെട്ട്? അയ്യോ ഒന്നുമില്ല. ഞാൻ എൻ്റെ വെൻ ഐ വാസ് ഇൻ കോളേജ് വി വർ ഗോയിങ് ത്രൂ ദ ഹിപ്പി മൂവ്മെൻറ്റ്. ആ സമയത്ത് നല്ല ഒരു ജീൻസ് വാങ്ങിയിട്ട് ഇവിടെ കീറും ഇവിടെ, ഇവിടെ പൈസ വെക്കും ഇവിടെ. യു ഗോട്ട് എ പോക്കറ്റ് ഹിയർ, യൂസ് ടു കീപ് മണി ഹിയർ ബേസിക്കലി. സോ അത് ഒരു സ്റ്റൈല്, അപ്പം റഫ് സ്റ്റൈലാണ് ഇപ്പോൾ. സോ ദാറ്റ് വാസ് മൈ ടീനേജ്. സോ അതിരിക്കില്ലേ ഇപ്പോൾ? അതിൻ്റെ തുടർച്ചയായിട്ടാണോ മുടിയൊക്കെ ഇങ്ങനെ ഒരു സ്റ്റൈൽ എന്നുള്ള രീതിയിൽ? No, it is just there. അത് ഇഷ്ടമാണോ സ്റ്റൈലാണോ എന്താണ് അതിൻ്റെ? ഇഷ്ടമാണ്. സ്റ്റൈൽ. I don't do things for others.